വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ദശാവതാരത്തിൽ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണനെ കുറിച്ചാണ്. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണകരകളോട് കൂടിയ ഒരു അവതാരമാണ് ശ്രീകൃഷ്ണൻ. കറുത്ത പക്ഷത്തിൽ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വന്ന ചിങ്ങമാസത്തിലെ ഒരു ദിവസം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം അനുകൂലമായി നിന്ന സമയം അർദ്ധരാത്രിയിൽ കംസൻ്റെ കാരാഗ്രഹത്തിൽ ദേവകിയുടെയും വാസുദേവരുടെയും പുത്രനായി മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ജന്മം കൊണ്ടു. ശ്രീകൃഷ്ണനെയാണ് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായി കണക്കാക്കുന്നത്. ഭാഗവതവും മഹാഭാരതവുമാണ് ശ്രീകൃഷ്ണ കഥകൾ ഏറ്റവും കൂടുതലുള്ള പുരാണങ്ങൾ. വിഷ്ണുപുരാണം, ബ്രഹ്മപുരാണം, ഹരിവംശപുരാണം, ഗർഗസംഹിത, അഗ്നിപുരാണം, കൂർമ്മപുരാണം, ഗരുഡപുരാണം എന്നിങ്ങനെ നിരവധി പ്രാചീന ഗ്രന്ഥങ്ങളിൽ ശ്രീകൃഷ്ണ പരാമർശങ്ങൾ ധാരാളമുണ്ട്. കൃഷ്ണോപനിഷത്ത്, കരിസന്ധരണോപനിഷത്ത്, വാസുദേവോപനിഷത്ത് തുടങ്ങി നിരവധി വൈഷ്ണവോപനിഷത്തുകളിലും ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. ഭാരതീയ മനസ്സിൽ ഇത്രയേറെ ദൃഢപ്രതിഷ്ഠ നേടിയ മറ്റൊരു ദേവതാസങ്കല്പമില്ല. ഭാരതീയ ദർശനം, സംഗീതം, സാഹിത്യം, കവിത, നൃത്തം, ചിത്രകല, ശില്പകല എന്നിങ്ങനെ സകല മേഖലകളിലും കൃഷ്ണഭക്തിയും കൃഷ്ണസങ്കല്പവും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അഷ്ടമി രോഹിണി, ഗോകുലാഷ്ടമി, ജന്മാഷ്ടമി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ജയന്തിയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. അന്ന് കുംഭാഭിഷേകം, പുഷ്പാഭിഷേകം, ഉറിയടി, ഭാഗവത പാരായണം, നാരായണീയ പാരായണം തുടങ്ങിയവ നടത്തിവരുന്നു. വിഷു, ഏകാദശി തുടങ്ങിയവയും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ്. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നു. ശ്രീകൃഷ്ണന് പാൽപ്പായസം, തൃക്കൈവെണ്ണ, അവിൽ, പഴം, പഞ്ചസാര തുടങ്ങിയവ പ്രധാന വഴിപാടുകളാണ്. കേരളത്തിൽ അങ്ങോളം ഒരുപാട് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഗുരുവായൂരിലെ ക്ഷേത്രത്തിനാണ് വളരെ പ്രാധാന്യം.